നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമ പോലെ ജീവിതം. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നേടിയ ADGP P വിജയന്റെ ജീവിതം കനൽ നിറഞ്ഞത്. പലവട്ടം ഒതുക്കാൻ നോക്കിയിട്ടും ഉയർന്നു വന്ന ജീവിതം. ADGP P വിജയൻ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ പട്ടികയിൽ ഉൾപ്പെട്ടത് അർഹതയ്ക്കുള്ള അംഗീകാരം. പോലീസ് സേനയിലെ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലാണ് ADGP P വിജയന് ലഭിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ മറികടന്ന സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രീതിയുള്ള IPS ഉദ്യോഗസ്ഥനാണ് വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച ഇന്റലിജൻസ് മേധാവിയായ ADGP P വിജയൻ. അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ ബഹുമതി. കള്ളക്കഥ മെനഞ്ഞ് 6 മാസം സസ്പെൻഷനിലാക്കിയവരോടുള്ള മധുര പ്രതികാരം കൂടിയായി അംഗീകാരം. ശബരിമലയെ മാലിന്യമുക്തമാക്കുന്ന പുണ്യ പൂങ്കാവനം പദ്ധതി, കോവിഡിനിടെ തുടങ്ങിയ സൗജന്യ ഭക്ഷണ വിതരണം, ലഹരിക്കും കുറ്റകൃത്യങ്ങളിലും അകപ്പെട്ട കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, രഹസ്യ നിരീക്ഷണത്തിന് ഷാഡോ പോലീസ്, സ്ത്രീ സുരക്ഷയ്ക്ക് പിങ്ക് പോലീസ്, സ്റ്റുഡന്റ് പോലീസ് തുടങ്ങിയവയ്ക്കെല്ലാം തുടക്കമിട്ടത് വിജയനാണ്. 10,000-ങ്ങൾക്ക് ഭക്ഷണം എത്തിച്ച ഒരു വയറൂട്ടാം പദ്ധതിയുടെ രക്ഷാധികാരിയാണ്. പരീക്ഷകളിൽ തോറ്റവർക്കും പഠനം മുടങ്ങിയവർക്കും തുടർ പഠനം ഒരുക്കുന്ന ഹോപ്പ് പദ്ധതിയും തുടങ്ങി. പുണ്യപൂങ്കാവനം പദ്ധതിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പുകഴ്ത്തിയിരുന്നു. ചേലമ്പ്ര ബാങ്ക് കൊള്ള, പ്രധാനമന്ത്രിക്കെതിരായ ഇമെയിൽ ഭീഷണി, തന്ത്രി കേസ് അടക്കം തെളിയിച്ചിട്ടുണ്ട്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയെ പിടിക്കാൻ കേന്ദ്ര സഹായം തേടിയത് ഇഷ്ടപ്പെടാതിരുന്ന പോലീസ് ഉന്നതൻ യാത്രാമാർഗം മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നാരോപിച്ച് വിജയനെ സസ്പെൻഷനിൽ കുരുക്കിയിരുന്നു. ADGP സ്ഥാനക്കയറ്റവും CBI ഡെപ്യൂട്ടേഷനും തടയുകയായിരുന്നു ലക്ഷ്യം. കള്ളക്കളികൾ ഓരോന്നായി പുറത്തുകൊണ്ടു വന്നതോടെ സസ്പെൻഷൻ റദ്ദാക്കി മുഖ്യമന്ത്രി ഇടപെട്ട് തിരിച്ചെടുത്ത് ADGPയും ഇന്റലിജൻസ് മേധാവിയുമാക്കി. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി കെട്ടിടപ്പണിക്കിറങ്ങിയ വിജയൻ പിന്നീട് പകൽ കല്ല് ചുമന്നും രാത്രിയിൽ പഠിച്ചുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ മറികടന്നാണ് ഉന്നത നിലയിലെത്തിയത്. കോഴിക്കോട് പുത്തൂർമഠം സ്വദേശിയാണ്. IAS ഉദ്യോഗസ്ഥയായ M ബീനയാണ് ഭാര്യ. കോഴിക്കോട് ജില്ലയിലെ പുത്തൂർമഠം സ്വദേശിയാണ് വിജയൻ. ആദ്യവട്ട SSLC പരീക്ഷ വിജയിക്കാതിരുന്ന P വിജയൻ അതിനുശേഷം കുട്ടിക്കാലത്ത് തന്നെ ചുമടെടുപ്പ്, കെട്ടിടം പണി തുടങ്ങിയ മറ്റ് ജോലികൾ ചെയ്തിരുന്നു. ആദ്യ ശ്രമത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞപ്പോഴാണ് SSLC പാസ്സായത്. സോപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുകയും സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദവും MPhilഉം നേടിയിട്ടുണ്ട്. പിന്നീട് 1999-ൽ ഇന്ത്യൻ പോലീസ് സർവീസ് പരീക്ഷ പാസ്സായി. അതേസമയം തനിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് വ്യാജമൊഴി നൽകിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി P വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ തുടർ നടപടിയില്ല. DGPക്ക് നൽകിയ മൊഴിയിലായിരുന്നു കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ P വിജയനെ പങ്കുണ്ടെന്ന് MR അജിത് കുമാർ ആരോപണം ഉന്നയിച്ചത്. 1.5 മാസം പിന്നിട്ടിട്ട് മുഖ്യമന്ത്രി ഈ പരാതിയിൽ യാതൊരു നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല. അന്വേഷണം നടത്താൻ പോലും തയ്യാറായിട്ടില്ല. തീവ്രവാദ വിരുദ്ധ സേനയുടെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ P വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു മൊഴി. മലപ്പുറം മുൻ SP സുജിത് ദാസ് പറഞ്ഞ വിവരമെന്നായിരുന്നു അജിത് കുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമായത്. ഇക്കാര്യം വാർത്തയും വൻ വിവാദവുമായി മാറിയിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈ നിലപാട് മലപ്പുറം SP എന്ന സുജിത് ദാസ് തള്ളിയിരുന്നു. P വിജയന് ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് സുജിത് ദാസ് പരസ്യമാക്കുകയും ചെയ്തതോടെയാണ് അജിത് കുമാർ വെട്ടിലായത്. വ്യാജമൊഴി നൽകിയ അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് P വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. 1.5 മാസം കഴിഞ്ഞിട്ടും ഇതിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടെയാണ് P വിജയന് ഉന്നത ബഹുമതി ലഭിക്കുന്നത്.